ഇത്രയും ആൾക്കാർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് തൊഴിൽ കൊടുത്ത റിയൽ ഹീറോ എന്ന് പറഞ്ഞാൽ ബിസിനസ്മാൻ. എനിക്ക് ഏറ്റവും വിഷമമുള്ളത് ഈ കഴിക്കുന്ന ഫുഡിൽ മായം ചേർക്കുന്നവർ മാപ്പ് കൊടുക്കാൻ പാടില്ല എന്നുള്ള ലിസ്റ്റിലുള്ള ഒരാളാണ് ഞാൻ. അവർക്ക് എങ്ങനെ തോന്നുന്നു അങ്ങനത്തെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പൊളിയുന്ന ചില സൊസൈറ്റികളുണ്ട്. അപ്പോൾ അത് വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന ചില ആൾക്കാരെ നടത്തിപ്പുകാരെ കുറ്റമാണത്. ഒരിക്കലും കൂട്ടായ്മ എവിടെയും തോൽക്കില്ല. ഞാൻ എന്നും നമ്മളെ സ്റ്റാഫൊക്കെ ഞാൻ പറഞ്ഞ ഒരു വിഷയമാണ്, നമ്മളെ കസ്റ്റമറാണ് നമ്മളെ ദൈവം. നമ്മൾ വരുന്ന ആൾക്കാർ എങ്ങനെയൊന്നും ഒരേപോലെ ഉണ്ടാവില്ല. അപ്പോൾ ചില ആൾക്കാർ ശാന്തമായിരിക്കും, ചില ആൾ പൊട്ടിത്തെറിക്കും, ചില ആൾക്കാർക്ക് എങ്ങനെ ബിഹേവ് ചെയ്യാമെന്നറിയില്ല. എങ്ങനെ വന്നാലും അവർ നമ്മളെ ദൈവമാണ്. നമ്മൾ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ എന്ത് നന്മ ചെയ്താലും കുറ്റം പറയാനും നമ്മളെ കുറിച്ചിട്ട് താറടിക്കാനും കുറച്ചൊരു കൂട്ടങ്ങളുണ്ടാവും. കാരണം അത് എല്ലാ ബിസിനസ്മാനും ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കാനോ അല്ലെങ്കിൽ ഇതാണ് ഞാനെന്ന് അവർക്ക് നമ്മൾ പോയിട്ട് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ വഴി നമ്മൾ പോവുക. നമ്മളാണ് സംഭവം എന്നുള്ളത് ഒരിക്കലും നമ്മൾ തോന്നാൻ പാടില്ല. എല്ലാവരും പറയും നിങ്ങൾ ഇത്രയും സിമ്പിളായിട്ട് കാര്യങ്ങൾ, ഇത്ര 1000 കോടി കാര്യങ്ങൾ, അതൊന്നും വിഷയമല്ല. അത് നമ്മൾ എന്താ പറയുക, ഒരു സെക്കൻഡ് ദൈവം തീരുമാനിച്ചാൽ ഒന്നുമില്ലാതാവും. മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എന്നും സക്സസ് സ്റ്റോറി ചെയ്യുന്ന സമയത്ത് ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ച അത്രയും ലെജൻസിനെയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാറ്. ഇന്ന് ആ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ അത്തരത്തിൽ കഴിവ് തെളിയിച്ചൊരു വ്യക്തി മാത്രമല്ല, 10 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളുടെ അതിഥിയായിട്ടുള്ളത്. നമ്മുടെ സ്വന്തം പ്രേംകുമാർ സർ. നമസ്കാരം. ഒരുപാട് സന്തോഷം. BLMന്റെ ഫൗണ്ടിങ് പേഴ്സൺ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തന്നെ ഉണ്ട്, അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. സാർ ഇവിടെ എത്തിയത് ഒരുപാട് സന്തോഷമുണ്ട്. സാറിന് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഒരു ബിസിനസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സാർ എന്നാണ് ശരിക്കും ആ ഒരു ബിസിനസ് എന്നുള്ള ഒരു ഫീൽഡിലോട്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുമല്ലോ നമ്മുടെ ഒരു ബിസിനസ്സാണ് നമ്മളുടെ ലൈഫ്, നമ്മുടെ കരിയർ എന്നുള്ള മനസ്സിലാക്കുന്ന ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞാൻ ബേസിക് ഒരു സ്പോർട്സ്മാൻ ആണ്. അപ്പോൾ എൻ്റെ ബോക്സിങ് 98 മിഡിൽ വെയ്റ്റ് ഗോൾഡ് മെഡലാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു സാധനത്തിന് ഞാൻ ജോലിക്ക് ചെന്നൈ പോർട്ടസിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ അവിടെ എനിക്കൊരു ദുരനുഭവം എന്താ വെച്ചാൽ, ഒരു സ്പോർട്സായിട്ട് കാണാതെ അവിടെ ഒരു ജാതിയുടെ ഒരു അടിസ്ഥാനത്തിലാണ് പോസ്റ്റിംഗ് ചെയ്തതെന്ന് അവിടെ നിന്നപ്പോൾ എൻ്റെ അടുത്ത് തോറ്റ ഒരു ബ്രോസ് മെഡൽ, ഞാൻ ഗോൾഡാണ്, അയാൾ ബ്രോസാണ്, പക്ഷേ അതിൽ ST എന്ന് പറഞ്ഞ നിലയ്ക്ക് അവർക്ക് പോസ്റ്റിംഗ് കൊടുത്തു. ഒസിന്ന് നിലയ്ക്ക് എനിക്ക് തരാൻ പറ്റില്ല എന്ന് അന്നത്തെ ചെയർമാൻ പറഞ്ഞപ്പോൾ അതൊരു, പിന്നെ നമ്മളൊരു എഫോർട്ട് ബാക്കി എല്ലാ കാര്യത്തിനും ഓക്കെയാണ്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഒരു കഴിവ് തെളിയിച്ച് വരുന്ന ഒരു കാര്യമാണ്. അതൊരു വിഷമായി. അന്നത്തോടെ ഞാൻ ജോലി വെള്ളം നിർത്തി. ബാക്കിയുള്ളവർക്ക് നമുക്ക് ജോലി കൊടുക്കണം എന്നുള്ള തീരുമാനം അന്ന് എടുത്തതാണ്. ഒരു തരത്തിലുള്ള ഡിഫറൻസിയേഷൻ ഒന്നും ഇല്ലാതെ അതിനുശേഷം BLM എന്ന പ്രസ്ഥാനം 2006 എൻ്റെ തുടക്കം കുറിച്ചു. അത് നല്ല രീതിയിൽ ചെന്നൈയിൽ ആസ്ഥാനമായിട്ട് തുടങ്ങി, പിന്നെ കോഴിക്കോട്, ട്രിവാൻഡ്രം, അങ്ങനെ ആദ്യം മെയിൻ സിറ്റിയിൽ തുടങ്ങി. പിന്നെ അത് ഇന്നിപ്പോൾ 126 ബ്രാഞ്ച് ആയി. നല്ല നിലയിൽ നിന്ന് പോണു. ഏകദേശം 10 ലക്ഷം ആൾക്കാരെ ജീവിതത്തിൻ്റെ വെളിച്ചമായിട്ട് മാറിയ ഒരു പ്രസ്ഥാനമായിട്ട് മാറിയ ഒരു അഭിമാനമാണ്. തീർച്ചയായിട്ടും 10 ലക്ഷം ആളുകൾ എന്ന് പറയുമ്പം ഒരു ഫാമിലിയിൽ ഒരു ആവറേജ് 4 പേരെ വെച്ച് നോക്കൂട്ടാം. 40 ലക്ഷം ആളുകളാണ് BLM കൊണ്ട് ജീവിക്കുന്നത് എന്നുള്ളതാണ്. റിയലി അതൊരു പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രൗഡ് എന്ന് മാത്രമല്ല, നമ്മൾ ഈ പറയുന്നത് പോലെ ദൈവതുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചുമ്മാ പറയുന്ന അല്ല അത്. കാരണം ഒരാൾക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്നത് അതിനും വലിയൊരു പ്രിവിലേജ്, തീർച്ചയായിട്ടും ആ ഒരു വിഷയം. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ നമ്മളെ CPMന്റെ സെക്രട്ടറി കേരളം ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ ഇന്റർവ്യൂ കേട്ടു. ഏകദേശം ജോലിയില്ലായ്മ ഒരു 12-13% ഉള്ള കേരളത്തിൽ മിക്കവാറും ജനങ്ങൾ ഇന്നിപ്പോൾ എല്ലാവരും ഗൾഫിലും അവിടെയും പോകുന്ന ഒരു അവസ്ഥയുള്ള കാലഘട്ടം നമ്മളെ നാട്. അത് ഇന്ന് ഈ മൾട്ടി സ്റ്റേറ്റ് എന്നുള്ള, ഞാൻ മാത്രമല്ല, അതിൻ്റെ ഒരു പദ്ധതി വന്ന ശേഷം ഏകദേശം അതിൻ്റെ ഒരു ഗ്രാഫ് 7ലേക്ക് കുറഞ്ഞു. അതിൻ്റെ ഏറ്റവും ക്രെഡിറ്റ് നമുക്കാണ്. കാരണം ഇന്നിപ്പോൾ ഇത്രയും ലക്ഷോപ കുടുംബങ്ങൾ അവരത് ഒരു വലിയൊരു ജീവിത മാർഗമായിട്ട് സ്വന്തം നാട്ടിൽ മക്കളും ഭാര്യയായിട്ട് സന്തോഷമായിട്ട് തൊഴിൽ ജീവിക്കുന്നത് ഏറ്റവും വലിയൊരു വിഷയമാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ദൈവത്തിന് ഈ സമയത്ത് നന്ദി, നമ്മളെ മെമ്പേഴ്സിന് എല്ലാവർക്കും ഈ സമയത്ത് ഞാൻ നന്ദി പറയും. അതൊരു വല്ലാത്തൊരു പ്രൗഡും കൂടിയാണ്. സാറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യുന്നു. തീർച്ചയായിട്ടും. ഇനി BLMനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ BLM പല ആളുകളും കേട്ടിട്ടുണ്ട്. ആ BLMന്റെ കീഴിൽ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. അതാണ് അതിന്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. ഹൗസിംഗ് പ്രോജക്ട്സ് ഉണ്ട്, ലാൻഡ് 23-26 ബിസിനസ് ഉണ്ട്, ഹോസ്പിറ്റൽ വരുന്നുണ്ട്, ഹോസ്പിറ്റാലിറ്റി, എഡ്യൂക്കേഷൻ വരുന്നു, ഹെൽത്ത് കെയർ, അങ്ങനെയുള്ള എല്ലാ മേഖലകളും അതിനകത്ത് വരുന്നുണ്ട്. IT ഉൾപ്പെടെ വരുന്നുണ്ട് എന്നുള്ളതാണ്.
വരുന്നതാണ്. സോ എങ്ങനെയാണ് ആ ഒരു കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെലക്ഷനിലോട്ട് വരുന്നത്? കാരണം ഓരോന്നും ഓരോ വർഷത്തിൽ കാണുന്നു. ഇപ്പം ഹോസ്പിറ്റാലിറ്റിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് വലിയ വലിയ പ്രോജക്റ്റുകളുടെ ഭാഗമാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഓരോ പുതിയ പ്രോജക്റ്റ് വരുന്നു, അതിനെക്കുറിച്ച് പഠിക്കുന്നു. അപ്പം എങ്ങനെയാണ് ആ ഒരു സെഗ്രിഗേഷനും ആ സെലക്ഷനൊക്കെ എങ്ങനെയാണ്? അല്ല, ആക്ച്വലി നമ്മളെ ഈ സഹകരണ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മാത്രമല്ല, സബ്സിഡിയറി കമ്പനിയായിട്ട് നമുക്കൊരു 23 പ്രസ്ഥാനങ്ങൾ നമ്മളതിൽ കൊണ്ടുവന്നു. കാരണം എപ്പോഴും നമ്മൾ ഒരു ഇതിനെ മാത്രം വിശ്വസിച്ചിരുന്നാൽ അതിൻ്റെ ഇത് മാത്രമേ നമുക്ക് ലാഭനഷ്ടം നോക്കാൻ പറ്റൂ. പക്ഷെ അതിന് ഉപരി നമുക്ക് ഇതിനെ എങ്ങനെ കുറച്ചുകൂടി ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമായിട്ട് മാറ്റണമെന്ന ചിന്തയിലാണ് ആദ്യമായിട്ട് നമ്മൾ BLMൻ്റെ ഇത്രയും കമ്പനികൾ, സിമെൻറ്റ് ഫാക്ടറി ആയിക്കോട്ടെ, നമ്മൾ ബസാർ ആയിക്കോട്ടെ, ജ്വല്ലറി ആയിക്കോട്ടെ, എല്ലാം ഈ മേഖലയിൽ നിന്നിപ്പോൾ ട്രാൻസ്പോർട്ട് ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ കേരളത്തിലും തമിഴ്നാടിലും ബാംഗ്ലൂർ എല്ലാ ഭാഗത്തും നമ്മളെ BLMഉം IBMൻ്റെ ട്രാൻസ്പോർട്ട് വലിയ ലെവലിൽ വളർന്നു. 200-250 ബസ്സോളം ഓടിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു സൗകര്യമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അത് ഇല്ലാതെ നമുക്ക് കുറച്ചുകൂടി ജനങ്ങൾ ആരോഗ്യപരമായിട്ട് ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു വിഷയം നമുക്ക് മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാമെന്നുള്ളൊരു താല്പര്യം തോന്നി. അതിനെയാണ് ആദ്യമായിട്ട് നമ്മൾ എടപ്പാളിൽ ശ്രീവത്സ മെഡിക്കൽ കോളേജ്, അത് കുറച്ച് ഇഷ്യൂ ആയിട്ട് അവർ ലാക്കിങ് പൊസിഷനിലിരുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അത് നമ്മൾ ഏറ്റെടുത്തു, കംപ്ലീറ്റ് അതിനെ ക്ലിയർ ചെയ്തെടുത്തു. ഇപ്പോൾ റണ്ണിങ്ങിന് വേണ്ടി ഇനി ഒരു 4 മാസത്തിൽ ഏറ്റവും വലിയൊരു മെഡിക്കൽ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജായിട്ട് മാറാനുള്ള എല്ലാ നാട്ടിലെ ഏറ്റവും വലിയൊരു മെഡിക്കൽ കോളേജായിട്ട് അത് മാറും. അപ്പോൾ അതിനു വേണ്ടി ഈ കാര്യങ്ങൾ അത് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ലൈനിൽ കോളേജ്, കണ്ണൂരിൽ പവർ കോളേജ്, നമ്മളെ ഒരു കോളേജ് വലിയ ലെവലിൽ അതിനെ കൊണ്ടുവന്നു. തിയേറ്റർ എടുത്തു, തിയേറ്റർ, രാഗം തിയേറ്റർ. അത് എനിക്ക് തോന്നുന്നു തൃശ്ശൂരുകാരുടെ ഒരു ഏകദേശം ഒരു 50 yearsൻ്റെ ഇതുണ്ട്. പിന്നെ ഉള്ളിൽ അതിലിപ്പോൾ ചെറിയൊരു ലീഗൽ ഉള്ളിൽ ഒരു നടത്തിപ്പുകാരൻ്റെ അദ്ദേഹം പഴയ ഓണറായിട്ട് ഒരു സെറ്റിൽമെൻ്റ് ഒരു വിഷയം, അല്ലാതെ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി, കാര്യങ്ങളായി നല്ല രീതിയിൽ അതിനെ നടത്തി കൊണ്ടുപോകാന്നുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ WR ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയൊരു കംപ്ലീറ്റ് എല്ലാ സ്റ്റേറ്റും ഒരു 1000 കിലോ സ്റ്റോക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് ഒരു എല്ലാ ഡിസ്ട്രിക്റ്റിലും കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിൽ കൂടി. അപ്പോൾ അതും ജനങ്ങളെ ഈ നമ്മളെന്താ നിക്ഷേപം പറഞ്ഞത് പണ്ടത്തെ ഇതൊന്നൊരു വലിയ ഈ കോടീശ്വരന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു വിഷയമായിട്ട് ഇരുന്നത് ഒരു സാധാരണക്കാരനും ഇന്ന് നിക്ഷേപം ചെയ്യാന്നുള്ളതിനെ പഠിപ്പിക്കാൻ നമ്മളെ പ്രസ്ഥാനത്തിന് പറ്റി എന്നുള്ളതിൽ ഒരു സന്തോഷം, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിൽ നമ്മൾ എയർപോർട്ടും കൂടി ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ എയർപോർട്ട് നമ്മളെ ഉഗരി നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമ്മളെ സൊസൈറ്റിക്ക്. നമുക്കൊരു ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ അത് ഇന്നത്തെ നല്ലൊരു റേറ്റിങ്ങും കാര്യങ്ങളുള്ള ഒരു വിഷയമാണ്. നമുക്കത് കുറച്ചുകൂടി ബാക്കിയുള്ള എയർപോർട്ടിലും നമുക്കതിനെ ചെയ്യാനുള്ള ഒരു പ്ലാനും കൂടി ഉണ്ട്, അത് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ എനിക്ക് കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബിസിനസ്സിനെ റൺ ചെയ്യാന്ന് പറയുന്നത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70-80% ആളുകളും ബിസിനസ്സുകാരും അവരുടെ ആ ഒരു ഒറ്റ മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് ലൈഫ് ലോങ് അവർ നോക്കുന്നത്. എപ്പോഴും നമ്മൾ പറയും സക്സസ് റേറ്റ് എന്ന് പറയുന്നത് മോണോപോളി ബിസിനസ്സിനാണെന്ന് പറയാറുണ്ട്. പക്ഷെ അവിടെ നമ്മളൊരു മാറ്റം കൊണ്ടുവരികയാണ്. ഇപ്പം ഈ പറയുന്നത് പോലെ നമ്മളുടെ ഫീൽഡുകൾ തന്നെ എടുത്തു നോക്കാം. ഹൗസിങ്, എയർപോർട്ടിൻ്റെ ഷെയർ ഹോൾഡറാണ്. ഇനി ഹോസ്പിറ്റാലിറ്റി, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, IT സെക്ടർ വരുന്നുണ്ട്, തിയേറ്റർ വരുന്നുണ്ട്. അങ്ങനെ ഒരു നിരവധിയായിട്ടുള്ള ഈവൻ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് മോഡൽ വരുന്നുണ്ട്, ട്രാവൽസ് വരുന്നുണ്ട്. എല്ലാം കൂടെ വരുന്ന, എനിക്ക് തോന്നുന്നു വേറെ ബിസിനസ്സുകളിനെ തൊടാനില്ല. അത്രയും ബിസിനസ്സുകളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നു. 10 ലക്ഷം ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. കാരണം സ്റ്റാഫ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സിമ്പിൾ അല്ല. എങ്ങനെയാണ് അതിനെയൊക്കെ ബ്രിഡ്ജ് ചെയ്യുന്നത്? അതായത് നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ പറയുക, എല്ലാ ആൾക്കാരും ബിസിനസ്സിൽ ശോഭിക്കുന്നതും ഇല്ലാതാവുന്നതും അവർ നടത്തിപ്പിൻ്റെ ഒരു വിഷയമാണ്. അതിൽ എനിക്ക് ദൈവം അനുകരിച്ചു തന്നൊരു വിഷയമായിട്ടാണ്. കാരണം എൻ്റെ മെമ്പേഴ്സും എൻ്റെ സ്റ്റാഫും എൻ്റെ പാർട്ട്നേഴ്സും എല്ലാവരും അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആത്മാർത്ഥത്തോടെ അവരെ പ്രസ്ഥാനം എന്നുള്ള നെഞ്ചിലേറ്റി അവർ പ്രവർത്തിക്കുന്ന കാര്യത്തിനാണ് എൻ്റെ സക്സസ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇന്നിപ്പോൾ ഏകദേശം 9 ഹോട്ടലുണ്ട്. അതിലിപ്പോൾ ഏകദേശം 4 5 സ്റ്റാർ ഹോട്ടലുണ്ട്, ബാക്കി 4 സ്റ്റാർ ഹോട്ടൽസ്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടുത്തെ നമ്മളെ പാർട്ട്നേഴ്സും മെമ്പേഴ്സും ഇവരെ നടത്തിപ്പാണ്. അത് നമ്മൾ ഒരിക്കലും ഈ സമയത്ത് നമുക്കത് പറയേണ്ടത് ഏറ്റവും വലിയൊരു വിഷയമാണ്. അതെനിക്കൊരു ദൈവം എൻ്റെ ഭാഗ്യമായിട്ടാണ്. എൻ്റെ കൂടെ ഇരിക്കുന്ന സ്റ്റാഫ് ആയിക്കോട്ടെ, മെമ്പേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും അവരൊരു ആത്മാർത്ഥത ഉള്ള വിഷയത്തിലാണ് ഇത്രയും വലിയൊരു സക്സസ് ഈ സമയത്ത്. ഇപ്പോൾ IT പാർക്കൊക്കെ ചെറിയ വിഷയമല്ല. ഇന്നിപ്പോൾ ഏകദേശം നമ്മളെ കൊച്ചിയിൽ അത്രയും വലിയൊരു സമ്മർദ്ദം കൊണ്ടുവരുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ കൂട്ടായ്മയുടെ ശക്തിയാണ്. അത് വിജയിച്ചതിൻ്റെ പിന്നിൽ ഞാൻ മാത്രമല്ല, അതെനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്.
അതിലും ധൈര്യം എന്നുള്ളൊരു വേർഡിനെ എടുത്ത് ചോദിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ സിക്യൂണിറ്റ് റിവൈവൽ പോലത്തെ, അതായത് ഇപ്പം നമ്മളുടെ ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞു, ശ്രീവത്സം ഹോസ്പിറ്റൽ ഓൾറെഡി കുറെ വർഷമായിട്ട് പൂട്ടിക്കിടക്കുന്ന, പല കാരണങ്ങൾ കൊണ്ടും തുറക്കാൻ പറ്റാത്ത ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അത് നഷ്ടമാണ് എന്ന്, അല്ലെങ്കിൽ അവർ തന്നെ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ സാർ അത് എടുക്കുകയാണ്, അത് സാറിന്റെ ഒരു പുതിയ പ്രോജക്റ്റ് ആക്കിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാവുകയാണ്. സോ എങ്ങനെയാണ് ആ ഒരു ധൈര്യം? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്നിപ്പോൾ കേരളത്തിൽ ഞാൻ ഒരുപാട് പ്രസ്ഥാനങ്ങൾ നോക്കുന്നു. അവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു ചെറിയ ഇഷ്യൂവിന് അത് വലുതായിട്ട് അവർ പിന്നെ ലാക്കൗട്ട് വരെയും പോകുന്ന ഒരു സന്ദർഭം. ഇത് ഞാൻ ഈ എടുത്തു പറയേണ്ട കാര്യം, ഈ ശ്രീവത്സം മെഡിക്കൽ കോളേജിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു നേരത്തെ ഒരു നല്ല പ്ലാനിൽ കൂടിയാണ് അവർ ചെയ്തിരിക്കുന്ന ഒരു വിഷയമൊക്കെ. പക്ഷേ ഈ ഉള്ളിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെ ഉള്ളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിച്ച് ഒരു വർഗീയത രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത് അവിടെ ഇതിനെ ക്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷന് കൊണ്ടുവന്നത്. അത് ശരിക്കും അങ്ങനത്തെ വിഷയമേ അല്ല അവിടെ. അപ്പോൾ അത് ഏറ്റെടുക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഇവർക്കായാലും അപ്പുറത്ത് ഉള്ള രണ്ട് കൂട്ടർക്കും ഞാനെന്ന് അവർക്ക് പറയുമ്പോൾ ഒരു ഇഷ്യൂ ഇല്ലാതായവർക്ക്, നിങ്ങളാണെങ്കിൽ ഇത് നമുക്ക് കുഴപ്പമില്ല പോയി, അങ്ങനെ രണ്ട് കൂട്ടരും സമ്മതിച്ചാണ് എന്നെ ചെയർപേഴ്സണിൽ കൊണ്ടുവന്നത്. നമ്മളത് ബാധ്യത ഏറ്റെടുത്ത് ക്ലിയറാക്കി ഇന്ന് കംപ്ലീറ്റ് അതിൻ്റെ പുതിയ ഇതിനു വേണ്ടി പ്ലാനും കൊടുത്ത് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു വലിയ ഗ്രൂപ്പിന് നടത്തി അതിനെ സക്സസ് ആക്കാൻ വേണ്ടിയുള്ള പ്ലാനും ചെയ്തപ്പോൾ അവർക്ക് ഹാപ്പിയാണ്. കാരണം ഒരു നിക്ഷേപകർക്ക്, അവർക്ക് ഇൻവെസ്റ്റേഴ്സ്, അവർക്ക് ലാഭം തരുന്ന ഒരു വിഷയമാകുമ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ്. ഇവർ അടിവെച്ചത് ഇല്ലാതാക്കാൻ ഒരു മിനിറ്റ് മതി. അപ്പോൾ അത് ബോധ്യപ്പെട്ടവർക്ക് അത് നടത്തിക്കൊള്ളാനുള്ള കഴിവ് നമുക്കുണ്ട്. ആ ധൈര്യമാണ് നമ്മൾ കാണിച്ചത്. നമ്മൾ പറഞ്ഞ വാക്ക് ശരിയാണ്. എത്രയ്ക്ക് തന്നെ ഐശ്വര്യവും കാര്യങ്ങളുണ്ടെങ്കിലും ധൈര്യമില്ലെങ്കിൽ ഒരിക്കലും ഒരു ബിസിനസ്മാനോട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്കത് 100% അതിൽ നമുക്ക് ഒരിക്കലും പിൻവാങ്ങാത്തുള്ള ധൈര്യമുണ്ട്. അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഒരുപാട് നമുക്ക് കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഒരു ബോക്സർ എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും മാർഷൽ ആർട്സ് എപ്പോഴും പഠിക്കുന്ന ആൾക്കാർ ഏതായാലും, ബോക്സിംഗ് അല്ല കരാത്തെ, ഏത് പഠിച്ചാലും അവർക്ക് ഉള്ളിലൊരു ധൈര്യം ഉണ്ടാവും എന്നും. കാരണം ഒരു അടി വരുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യാന്നുള്ള ഇമ്മീഡിയറ്റ് തോന്നുന്നത് മാർഷൽ ആർട്സ് പഠിച്ച എല്ലാവർക്കും തോന്നും. അതെൻ്റെ ബിസിനസ്സിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എനിക്ക്. നമ്മളത് വരുന്ന സമയത്ത് ഒരു ഭയമോ കാര്യങ്ങളോ ഇല്ലാതെ എതിർകൊള്ളുന്ന ആ വിഷയം പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു മാർഷൽ ആർട്സ് പഠിച്ചുകൊണ്ടാണ്. അത് ഉപകരിച്ചു. എനിക്ക് തോന്നുന്നു ബിസിനസ്സുകാരൊക്കെ ഒരു മാർഷൽ ആർട്സിന്റെ ഉറപ്പല്ലേ. അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. അങ്ങനെ ഒരു വിഷയം ഉള്ളിൽ തോന്നുന്നു നല്ലതാണ്. കാരണം നമ്മളറിയാതെ ഉള്ളിലൊരു ധൈര്യം വരുമ്പോഴാണ് നമ്മളെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത്. അപ്പോൾ ഇത്രയും ജനങ്ങൾ ഒരു ജീവിതത്തിൻ്റെ മെച്ചപ്പാടെന്ന് പറയുമ്പോൾ ഒരാൾ ധൈര്യം കാണിക്കണ്ടേ? ആ ധൈര്യം നമ്മൾ കാണിച്ചു, അത്രയും നമ്മൾ കാണിച്ചു. എനിക്ക് ആ ധൈര്യത്തിലാണ് ആ 10 ലക്ഷം കുടുംബം ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നത്. 10 ലക്ഷം കുടുംബം എന്ന് മാത്രം പറഞ്ഞ പോലെ 40 ലക്ഷം ആളുകൾ. അവര് കുടുംബമായിട്ട് തന്നെ പിന്നെ ബന്ധുക്കളും കണക്കിടുമ്പോൾ അത് കോടികളാവും. എനിക്ക് തോന്നുന്നത് സാറിന്റെ ഒരു വിഷൻ കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് സാറിന് ചുറ്റും നിൽക്കുന്നവർ. സാർ ഒരു പുതിയ പ്രോജക്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ അവർക്കായിരിക്കും കൂടുതലും ഈ പറയുന്ന പോലെ ഭയങ്കര ഹാപ്പിനെസ്സും ഈ പറയുന്ന പോലെ ഒരു ത്രില്ലിലായിരിക്കും ഓരോ പ്രോജക്ട്സ്. കേരളത്തിലെ ബിസിനസ് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാറ് കേരളത്തിലുള്ള ഒരാളാണെങ്കിൽ പോലും ജനിച്ചു വളർന്നതൊക്കെ ചെന്നൈയിലാണെന്ന് പറയുന്നത്. അപ്പം അവിടത്തെയും ഇവിടെയും, കാരണം സൗത്ത് ഇന്ത്യയാണ് സാറിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ജോണർ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് കേരളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യനെ ഈ ഒരു ബിസിനസ് സെക്ടറിൽ കാണുമ്പോൾ? അല്ലേ, നമുക്ക് ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ സൗത്ത് ഇന്ത്യയാണ് ഞാൻ ബേസ് ചെയ്യുന്നത്, അത് ശരിയാണ്. കേരളത്തിൽ ബിസിനസ് അത്ര എളുപ്പം നമ്മൾ ഒന്ന് നീന്തി കരകയറാൻ വിടൂല. അത് നമ്മളെ മലയാളിയിലെ ഒരു ആക്ടിവിറ്റിയാണ്. അവരെ ഒരു വിഷയത്തിൽ ഞാൻ കുറ്റം പറയുന്നില്ല, അവരെല്ലാം ആ ഒരു കാഴ്ചപ്പാട് കാണുന്ന ആൾക്കാരാണ്. അത് നമുക്ക് ഇല്ല എന്നുള്ള ബോധ്യം ചെയ്തുകൊണ്ട് ഈ 5 വർഷം അതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞവർക്ക് ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ 20 വർഷം, യെസ്, ഇന്ന് 20 വർഷം ആകുന്ന സമയത്ത് ഇങ്ങനത്തെ പ്രസ്ഥാനം ആണ് നമുക്ക് വേണമെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായത് ഏറ്റെടുക്കുമ്പോൾ അത് ഒരു ഏറ്റവും വലിയൊരു സക്സസ്സാണ്. അതേപോലെ ചെന്നൈ, തമിഴ്നാട് ആകുമ്പോൾ അവർ ജനങ്ങൾ വന്ന് വെച്ചാൽ ഒരു വിഷയം അവർ നെഞ്ചിലേറ്റ് പിന്നെ ദൈവം പോലും നോക്കും അവർ. അത് അങ്ങനത്തെ ഒരു, നമുക്ക് ചെന്നൈയിൽ ഈ ബയോഗ്യാസ്, സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വലുത് മഹാശങ്ക് എനർജി നമ്മളതാണ് ബയോഗ്യാസിൻ്റെ. അതിലിപ്പോൾ ഗെയിൽ കമ്പനിക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ കേരളത്തിൽ സിവിൽ സപ്ലൈക്ക് നമ്മൾ കൊപ്ര, അങ്ങനെ ഒരുപാട് സർക്കാരായിട്ട് ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു എത്തിക്സ് അല്ലെങ്കിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് നമ്മൾ ഒരു തരത്തിലും കോംപ്രമൈസ് ഇല്ല എന്ന് വിചാരിക്കുന്ന കാര്യം എന്തൊക്കെയായിരിക്കും? അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിൽ ഫുഡിൻ്റെ കാര്യം പറയും. ഇപ്പം കോട്ടൺ ഫീൽഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ പറയുന്ന നമ്മളെ സ്റ്റാഫിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേണം. പക്ഷേ ഈ ടേസ്റ്റിന് വേണ്ടി മായം ചേർക്കുന്ന ചില കെമിക്കലിൻ്റെ പരിപാടി എനിക്കിഷ്ടമില്ല. കാരണം നമ്മളെ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നവർക്കും അതുപോലെ നമ്മളെ വിതരണം ചെയ്യുന്ന സാധനങ്ങൾക്കും അതിൽ ഒരു മായം ചേർക്കുന്നത് എനിക്ക് താല്പര്യമില്ല. അതിൽ മാപ്പ് കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതെ, ഒരിക്കലും ചെയ്യാൻ പറ്റില്ലാത്തതാണ്. നമുക്ക് അത് ഞാൻ കോംപ്രമൈസ് ഇല്ല. നമ്മളെ മാക്സിമം
നമ്മൾ അങ്ങനത്തെ കാര്യത്തിന് നോക്കിയാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളും. ഈവൻ നമ്മളിപ്പോൾ സർക്കാരിന് സപ്ലൈ ചെയ്യുന്ന ഒരുപാട് സപ്ലൈസ് സർക്കാരെല്ലാം ആരും നോക്കില്ല, കൊടുക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ഈ ക്വാളിറ്റി തേർഡ് ക്വാളിറ്റിയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നു. ആ കാര്യത്തിൽ നമുക്കൊരിക്കലും എനിക്ക് യോജിപ്പില്ല. അതിലൊരു 10 പൈസ കൂടിയാലും കുഴപ്പമില്ല, കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുന്നുള്ള ഒരു താല്പര്യത്തിലുള്ളത്. അങ്ങനെയാണ് ഞാൻ ബസാർ തുടങ്ങിയത്. ഈ വിഷയത്തിന് മാത്രമല്ല, ഫുഡിൻ്റെ കാര്യത്തിനും അതുപോലെ നമ്മളായിട്ട് ഒരു വിഷയം ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മളെ ഈ ബയോഗ്യാസിൻ്റെ കോൺസെപ്റ്റിൻ്റെ വേസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏകദേശം നമുക്ക് തമിഴ്നാട്ടിലുള്ള ഇപ്പോൾ അവിടെ റാണിപ്പേട്ട അവിടെ ആ സൈഡൊക്കെ എല്ലാം ഉള്ള വേസ്റ്റൊക്കെ കംപ്ലീറ്റ് ഇപ്പോൾ മഹാശങ്ക് തുടങ്ങിയ ശേഷം കംപ്ലീറ്റ് ക്ലിയറായി. അവിടെ ബയോഗ്യാസ് ആയിട്ട് തിരിച്ച് അതിനെ നമുക്ക് ഫെർട്ടിലൈസറായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു നമ്മൾ എൻവയോൺമെൻറ്റിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സഹായം. അതൊരു യെസ്, നമ്മൾ ഇരിക്കുന്നതിന് ഒരു അർത്ഥം വേണ്ടേ ജനിച്ചതിന്, അതുകൂടി നമുക്കത് ചെയ്യുന്നതിൽ എനിക്കൊരു വലിയ അങ്ങനത്തെ ചില പ്രോജക്റ്റുകൾ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഇതും ബയോഗ്യാസും ഒന്നാണ്. അതുപോലെ തന്നെ നമ്മളെ സിമെൻറ്റ് ഫാക്ടറി, നമ്മുടെ ആന്ധ്രയിലും കേരളത്തിലും സിമെൻറ്റ് ഫാക്ടറി ഉണ്ട്. ഇതൊക്കെ ഈ ചെയ്യുന്ന ഒരു വിഷയം നമ്മളെ റിലേറ്റഡ് ആയിട്ട് ഉള്ളിലുള്ള കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്നുള്ള വിഷയത്തിന് എങ്ങനെ നമ്മൾ എഡ്യൂക്കേഷനിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നു, അതേപോലെ ആ ഒരു ഇതിനാണ് നമ്മളെ ഓൺ പ്രോഡക്റ്റ് തന്നെ നമുക്ക് വേണമെന്നുള്ളത് നിർബന്ധത്തിൽ അതിന് കൊണ്ടുവരും. അങ്ങനെ ചില വിഷയങ്ങളും ഇപ്പോൾ നമുക്ക് സബ്സിഡി കമ്പനി ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്തായാലും സാറിനൊന്ന് കുഴപ്പിക്കും. കാരണം സാറിന് ഇത്രയും ബിസിനസ്സുകളുണ്ട്, സാറിന്റെ കുഞ്ഞുങ്ങളായിട്ട് തന്നെ സാർ കാണുന്ന ബിസിനസ്സുകളാണ്. ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ട ബിസിനസ് ഏതായിരിക്കും? അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ സൊസൈറ്റി തന്നെ ഞാൻ പറയും. കാരണം സൊസൈറ്റി അത് കാരണം ഈ സഹകരണം എന്ന് പറഞ്ഞത് ജനക്കൂട്ടത്തിൻ്റെ ശക്തിക്ക് എപ്പോഴും ഒരു പവറുണ്ട്. നമ്മൾ ഒരു വിചാരിക്കാൻ പറ്റാത്ത ഒരു വിഷയം, ഒരു മീറ്റിംഗ് ഞാൻ കൂടുന്ന മിനിമം 5000 ആൾക്കാർ കൂടും നമ്മളവിടെ വരുന്നെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഒരു സ്നേഹം മാത്രമല്ല, ഒരു കൂട്ടായ്മയുടെ ശക്തിയാണ്. നമ്മളെ ഇന്നിപ്പോൾ ഒരു ബിസിനസ്സിൽ കൂടി വീട്ടിൻ്റെ ദാരിദ്ര്യം പോക്കി ബിസിനസ് സ്വന്തം കാറും വീടായിട്ട് വാഹനമായിട്ട് വരുന്ന ഒരു സന്തോഷത്തിൻ്റെ ഇത് അവർക്ക് ചേമ്പൻ കാണിക്കാൻ വേണ്ടി വരുന്നു. അത് എനിക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം അതാണ്. അതാണ്. BLMന്റെ കീഴിൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? ആ ഒരു സൊസൈറ്റിയുടെ കീഴിൽ BLMന്റെ ഇതൊക്കെ സബ്സിഡി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കമ്പനീസ് എല്ലാം ഞാൻ പറഞ്ഞ ഈ കാറ്റഗറിയിലുള്ള എല്ലാ കമ്പനി, അപ്പം ഇതിന്റെ എല്ലാത്തിന്റെയും ആ ഒരു ആളുകൾ തന്നെയാണ് അവിടെ വരുന്നത് മാക്സിമം. നമ്മൾ അതിന് പിന്നെ അതിൻ്റെ കമ്പനിയായിട്ട് ടെക്നീഷ്യൻസ് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും പിന്നെ നമ്മളെ ഭാഗമായിട്ട് അവർ മാറുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് അതാവും. അങ്ങനെ അവർ അറിയുന്നു ഇതിൻ്റെ നന്മ എന്താണെന്ന് മനസ്സിലാവുമ്പോൾ അവരെല്ലാവരും അത് അങ്ങനെ. BLM എന്നതൊരു കുടുംബമാണ്, ജസ്റ്റ് ഒരു സൊസൈറ്റിയോ കമ്പനിയോ അല്ല. ഞാൻ എപ്പോഴും പറഞ്ഞ വാക്കാണ്, നമ്മൾ കുടുംബം ചേർന്നാണ് ഇൻകം, ചേർന്നാണ് കുടുംബം. അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ഈ BLM എന്ന പ്രസ്ഥാനത്ത് നമ്മൾ കട്ടിവരുത്തിയത്. ഇതിൽ നമ്മളിപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ലീഡറാണ്, ഓക്കെ. പക്ഷേ BLM എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സൊസൈറ്റി, ഇത്രയും ആളുകളെ അസോസിയേറ്റ് ചെയ്യുന്നു, ഇത്രയും ബിസിനസ്സുകൾ അസോസിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പം അതൊരു പദവിയായിട്ട് ഓൾറെഡി എല്ലാവരും തരുന്ന ഒരു പദവി കൂടിയാണ്. സോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു ലീഡർ എന്നുള്ള രീതിയിൽ? കാരണം അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു വ്യക്തി കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മൾ, കാരണം എല്ലാ ഇതിനും ഉത്തരവാദിത്വം നമ്മളെ തലയിലാകും. ഇതിലൊരു വിഷയം എപ്പോഴും പറയും, ഈ കൂട്ടായ്മയിൽ ലാഭം വരുമ്പോൾ എല്ലാവരും വീതിച്ചും പങ്കുവച്ചും എടുത്തു പോകും. പ്രശ്നം വരുമ്പോൾ ഒറ്റ ആളെ ചൂണ്ടിക്കാണിക്കും, ആരാന്ന് വെച്ചാൽ ചെയർമാൻ എന്ന് പറയും. ശരിക്കത് പാടില്ല. പക്ഷേ നമ്മൾ ആ അർഹതയാണ്, ആ നമ്മൾ സ്ഥാനത്തിലിരിക്കുകയാണെങ്കിൽ നമ്മൾ കേൾക്കണം. കാരണം നമ്മളെ നേതൃത്വത്തിലാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഏറ്റേ പറ്റൂ. അപ്പോൾ അതിന് എനിക്ക് വിഷമമില്ല, അത് ശരിയാണ് കാര്യങ്ങൾ. പക്ഷേ ഇന്നൊരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു കൂട്ടായ്മയാണ്, ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, നന്മയായാലും തിന്മയായാലും. അപ്പോൾ നമുക്കത് യോജിച്ച് ചെയ്യണം. ആ കാര്യത്തിൽ എൻ്റെ കൂടെ ഉള്ള എല്ലാ മെമ്പേഴ്സും നമുക്ക് ഒറ്റൊരുമയോടെ നിൽക്കുന്ന ഒരു വിഷയമായിട്ടുണ്ട്. ഞാൻ ഇത് മാത്രമല്ല, സൗത്ത് ഇന്ത്യൻ്റെ മൾട്ടി സ്റ്റേറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നു. അപ്പോൾ ഈ 13-16 സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരുന്ന സമയത്ത്, ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ അനുഭവമായി എനിക്കതിൽ. ചില സൊസൈറ്റികൾ അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി അവർ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും നിയമത്തിന് പറ്റാത്ത ഇൻട്രസ്റ്റ് റേറ്റ് വയ്ക്കുക, പിന്നെ കമ്മീഷൻ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞ് വേറെ രീതിയിലാക്കുക, പിന്നെ അവരെ ഇൻവെസ്റ്റ് അവർക്ക് എങ്ങനെ തോന്നുന്നു അങ്ങനത്തെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പൊളിയുന്ന ചില സൊസൈറ്റികളുണ്ട്. അപ്പോൾ അത് വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന ചില ആൾക്കാരെ നടത്തിപ്പുകാരെ കുറ്റമാണത്. ഒരിക്കലും കൂട്ടായ്മ എവിടെയും തോൽക്കില്ല. ഈ നടത്തിപ്പുകാർ ചെയ്യുന്ന പ്രശ്നത്തിലാണ് ചില സൊസൈറ്റികൾ, സ്റ്റേറ്റ് ആയിക്കോട്ടെ സെൻട്രൽ ആയിക്കോട്ടെ, പൊട്ടിപ്പോകുന്നത്. അങ്ങനത്തെ ചില സൊസൈറ്റികൾ നമ്മൾ പറഞ്ഞത് കേൾക്കാതെ ചെയ്യുമ്പോൾ നമ്മളതിന് മാറി നിൽക്കുന്നു. അങ്ങനെയാണ് ഞാൻ ആ സ്ഥാനത്ത് രാജിവെച്ചത്. മൾട്ടി സ്റ്റേറ്റിൻ്റെ അസോസിയേഷൻ വേണ്ടാന്ന് വെച്ചു. കാരണം 2-3 സൊസൈറ്റി അവർ സ്വന്തം താല്പര്യം, നാളെ ഈ നിക്ഷേപര ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല അവർ. അത് വിഷമാവെന്ന് പറഞ്ഞപ്പോൾ അത്
ഏൽക്കാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ അതിലില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറിയിട്ടുണ്ട്. അങ്ങനത്തെ ചില സൊസൈറ്റികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ അനുഭവപൂർവ്വമായിട്ട് നമ്മൾ കാണണം തന്നെ ഓരോ ആൾക്കാർ. അപ്പോൾ അത് ഒരിക്കലും ഈ നിക്ഷേപനെ കുറ്റം പറയാൻ പറ്റില്ല, ഈ കൂട്ടായ്മ അതിന് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. ഓൺലി നടത്തിപ്പുകാരെ പ്രശ്നമാണ്. അവിടെ ജനങ്ങൾ ശ്രദ്ധിക്കണം. ഇത് സുരക്ഷിതമാണ്, നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണോ, ഇതിൻ്റെ ചെയർമാൻ ഞാൻ ഇപ്പോഴും പറഞ്ഞു ജനങ്ങൾക്ക് പറഞ്ഞത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിക്കുന്ന തെറ്റല്ല. പക്ഷേ അതിനു മുമ്പ് അത് ആരാണ്, ഇതിൻ്റെ ബോർഡ് ആരാണ്, അവർക്ക് ആ കപ്പാസിറ്റി ഉണ്ടോ, ഇതിലുള്ള ഡയറക്ടറുകൾ പണ്ട് എന്തെങ്കിലും ക്രിമിനൽ കേസിലോ കാര്യങ്ങളോ ചീറ്റിങ്ങോ കാര്യങ്ങൾ ചെയ്ത ആൾക്കാരാണോ, ഇതൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനത്തെ ആൾക്കാരാകുമ്പോൾ അതിൽ ഒരിക്കലും നിക്ഷേപിക്കുന്നത് ഞാൻ തന്നെ പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചില സൊസൈറ്റികൾ ഒരുപാട് നേരത്തെ കുറേ സൊസൈറ്റികൾ പറ്റിച്ചിട്ട് അതിൽ ജനങ്ങളെ ചീറ്റയിട്ട് വീണ്ടും വന്ന് വേറെ ഒരു സൊസൈറ്റി കൂടി ഡയറക്റ്റായിട്ട് കയറുക, അവിടെ കയറിയിട്ട് അവരിരുന്നിട്ട് തിരിച്ചും ഇതിനെയും പൂട്ടിച്ചിട്ട് തിരിച്ചിഞ്ഞോന്ന് ചാടുക. അതൊക്കെ നമ്മളെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനത്തെ ചില ഡയറക്ടേഴ്സ് ചില സൊസൈറ്റി കയറി എന്നിട്ട് ഭരിക്കുമ്പോൾ നമുക്ക് യോജിക്കാൻ പറ്റില്ല. അത് നമുക്ക് മെല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് മാറും. കാരണം ഒരിക്കലും നമ്മളിരിക്കുന്ന ഒരു പ്രസ്ഥാനം ജനങ്ങളെ പറ്റിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ലാന്ന് വെച്ചത്. ദൈവം ചെയ്ത് 21 വർഷമായി എല്ലാവർക്കും എല്ലാ രീതിയിലും എല്ലാ ടേംസും നീറ്റായിട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കാണുന്നതിൽ വളരെ സന്തോഷം. ഇതിലിപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉറപ്പാണ്. അതെ, അതിൽ തന്നെ എടുത്തു പറയേണ്ടത് നമ്മളുടെ പുതിയ വരുന്ന ജ്വല്ലറി പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഒരു അഡ്വാൻറ്റേജും കൂടിയാണ്. സോ അതിനെ കുറിച്ചിട്ട് എനിക്ക് ഒരു കണ്ടപ്പോൾ പ്രവാസിയുടെ നിറയെ നമ്മൾ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രവാസികൾ നമുക്ക് നാടോറും പോകുന്ന മലയാളികളെന്ന് പറഞ്ഞ ചന്ദ്രനിൽ പോയാലും കൊണ്ടും മലയാളികളാണെന്ന് അതിൽ തർക്കമില്ല. കാരണം അവരിങ്ങനെ അധ്വാനിച്ച് വളരെ ബന്ധപ്പാടും കഷ്ടങ്ങളൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നാട്ടിൽ അവർക്ക് എങ്ങനെയാണ് അവരെ തിരിച്ചതിനെ കടന്നു പോകുന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് ചോദ്യം നമുക്കത് മാറിയിട്ടുണ്ട്. ലൈഫ് തന്നെ മാറിയ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഘടന ആവശ്യമാണ്. അപ്പോൾ അവർക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്ലാനുകളുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ വലിയ ലെവലിൽ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു പോയിട്ട് ഉള്ളത് എൻ്റെ അറിവിൽ എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചതിൽ എന്തുകൊണ്ട് നമുക്ക് ഈ പ്രവാസികളെ വീണ്ടും അവർ ശക്തനായിട്ട് അവരെ ബിസിനസ്സുകാരായിട്ട് മാറ്റാൻ നമുക്ക് ചെയ്തുകൂടാ എന്നൊരു തീരുമാനത്തിലാണ്. അങ്ങനെ ആലോചിച്ച ഒരു സിസ്റ്റമാണ് ഇപ്പോഴത്തെ ഈ WR ജ്വല്ലറിയിലെ. അവരെയും കൂടി ഒരു പങ്കുകാരായിട്ട് മാറ്റി എല്ലായിടത്തും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും അവരായിട്ട് നടത്തിപ്പുകാരായിട്ട് മാറ്റാൻ വേണ്ടിയുള്ളൊരു പുതിയ ഐഡിയ. അത് ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് മാറുന്നുള്ളത് ഒരു സംശയമില്ല. കാരണം അവരെന്നെ അതിൻ്റെ ഉടമയായിട്ടിരിക്കുമ്പോൾ കുറച്ചുകൂടി അവർക്ക് അതിൻ്റെ ഒരു താല്പര്യം കൂടും, ശ്രദ്ധിക്കും. അപ്പോൾ ഇത് നമ്മളെ ബിസിനസ്സിൽ അവരെ ബിസിനസ് അവർക്ക് തന്നെ കയറ്റാനുള്ള നഷ്ടപ്പെടുത്തില്ല. അവർ ആ ഒരു ചിന്തപ്പാടിലൂടെ നമുക്ക് ജോയിൻറ്റ് വെഞ്ചറായിട്ട് അവരെയും കൂടി ഉൾപ്പെടുത്തി ചെയ്യാന്നുള്ള ഒരു തീരുമാനം നമുക്ക് എടുത്താൽ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു സക്സസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിൽ എല്ലാത്തിലും വിശ്വാസം എന്ന് പറയുന്ന ഒരു എലമെൻറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്റ്റാഫുകളായിക്കോട്ടെ, പുതിയ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ എടുക്കുന്ന ബിസിനസ്സുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, വിശ്വാസം എന്നുള്ളൊരു വേർഡ് ഒരുപാട് പ്രാധാന്യം ഈ പറയുന്ന പോലെ അതിനൊരു ക്വാളിറ്റിയും കൂടെ കൊടുക്കുകയാണ് BLM അല്ലെങ്കിൽ സാർ. എങ്ങനെയാണ് ആ വിശ്വാസത്തിനെ സാർ എപ്പോഴും ഡെലിവർ ചെയ്യുന്നത്? എങ്ങനെയാണ്? ഞാൻ എന്നും നമ്മളെ സ്റ്റാഫൊക്കെ ഞാൻ പറഞ്ഞ ഒരു വിഷയമാണ്, നമ്മളെ കസ്റ്റമറാണ് നമ്മളെ ദൈവം. നമ്മൾ വരുന്ന ആൾക്കാർ എങ്ങനെയൊന്നും ഒരേപോലെ ഉണ്ടാവില്ല. അപ്പോൾ ചില ആൾക്കാർ ശാന്തമായിരിക്കും, ചില ആൾ പൊട്ടിത്തെറിക്കും, ചില ആൾക്കാർക്ക് എങ്ങനെ ബിഹേവ് ചെയ്യാമെന്നറിയില്ല. എങ്ങനെ വന്നാലും അവർ നമ്മളെ ദൈവമാണ്. അവർ സ്വീകരിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന വിഷയങ്ങളും ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ ഇഷ്ടം എന്ന് പറഞ്ഞത് ഒരു സാധാരണ ഒരു നാഷണൽ ബാങ്കിൽ പോകുമ്പോൾ അവർ അവിടെ അലകഴിക്കപ്പെടുന്ന വിഷയങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ അവർക്ക് നമുക്ക് കൂടിപ്പോയാൽ ഒരു അരമണിക്കൂറിൽ അവരെ വിഷയം സോൾവ് ചെയ്തയക്കുമ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം വിഷയമാണ് ഈ വിശ്വാസം. അതുപോലെ നമ്മൾ FD കംപ്ലീറ്റ് ആയിട്ട് അവരെ നമ്മളെ മെമ്പേഴ്സിൻ്റെ ഒരു ദിവസം പോലും ഡിലേ ചെയ്ത് തിരിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് അവർക്ക് കൂടുതലും നമ്മളെ സ്വീകരിക്കുക എന്നുള്ള ഒരു കാര്യം. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ ഒരു പ്രസ്ഥാനം പറയുമ്പോൾ ബാക്കിൽ അന്വേഷിക്കുമ്പോൾ ഇത്തരം കോടിയുടെ ആസ്തിയുള്ള പ്രസ്ഥാനമാകുമ്പോൾ അവർക്ക് കൂടുതൽ വിശ്വാസം നമ്മളിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഇന്നേ വരെയും ഈ ഒരു വർഷത്തിൽ നമ്മൾ കുറച്ചിട്ടില്ല, കൂട്ടിക്കൊണ്ടിരിക്കുന്നു നമുക്ക്. അപ്പോൾ അവർക്ക് അത് ഏറ്റവും കൂടുതൽ വിശ്വാസവും നമ്മളടുത്തുള്ള ഒരു ക്രെഡിബിലിറ്റിയും അവിടെയാണ് അവർക്ക് കൂടുന്നത്. അത് നമുക്ക് എല്ലാ മേഖലയിലും ഞാനത് വളരെ ശ്രദ്ധിക്കുന്നു. എൻ്റെ കൂടുതൽ എല്ലാ മെമ്പേഴ്സിനും അതിന് ഫുൾ സപ്പോർട്ട് കൂടിയാണ് അവർ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. കസ്റ്റമേഴ്സിന് സർവീസ് ആണ് ഇവർക്ക് ഈ പറഞ്ഞ ഓരോ സ്ഥലത്തും ഓരോ രീതി, ഓരോ ഡിഫറെൻറ്റ്.
ഇത് ഞാൻ എടുത്ത് ചോദിക്കുന്നത് നമ്മുടെ ബിസിനസ്സുകാർ ഇപ്പം തുടങ്ങുന്ന ബിസിനസ്സുകാർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എസ്പെഷ്യലി പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്റ്റാഫ് മാനേജ്മെന്റ് ഉണ്ട്, കസ്റ്റമർ സർവീസ് ഉണ്ട്. അവിടെ അങ്ങനെയാണ് അങ്ങനെ പറയുന്നത്, കസ്റ്റമറിന് സർവീസ് ആണ്, സ്റ്റാഫിന് മാനേജ്മെന്റ് ആണ്. അപ്പം ഓരോരുത്തർക്കും വിശ്വാസം ഓരോ രീതിയിലാണ്. സോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സക്സസ് എന്ന് പറയുന്നത്. ഇത്രയ്ക്ക് നമ്മൾ ഇത്രയും വർഷമായി നമ്മുടെ കൂടെ ഇത്രയും വലിയൊരു ഫാമിലി ഉണ്ട്, ഇത്രയും വലിയൊരു ബിസിനസ് കൂട്ടായ്മയുണ്ട്. ഈ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യയിൽ തന്നെ വളരെ വലിയ രീതിയിൽ നമുക്ക് പടർന്ന് പന്തലിക്കാൻ സാധിച്ചു. എപ്പോഴും ബിസിനസ്സിനെ പറ്റി പറയുന്ന സമയത്ത് പറയും ഫെയിലിയർ എന്ന് പറയുന്നത് ബിസിനസ്സിന് നിർബന്ധമാണ്, അതൊരു സ്റ്റെപ്പാണ് എന്ന് പറയും. തലയിൽ കയറ്റി വെക്കുന്നവർക്ക് തോൽവിയും താഴെ വെക്കുന്നവർക്ക് വിജയവുമാണെന്ന് പറയും. സോ സാറിന് എങ്ങനെയാണ് ഫെയിലിയർ എന്ന് പറയുന്നത്? 100% നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം നമ്മളെല്ലാം സക്സസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സ്വാരസ്യം ഉണ്ടാവില്ല. ഞാനതിൽ പഠിച്ചത് PLM ബസാർ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ലാഭമില്ല. കാരണം ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ ഒരു വിഷയമാണ് അതിൽ. എന്തുകൊണ്ട് അത് ലാഭമില്ല? ഇന്നിപ്പോൾ ഒരുപാട് ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ലാഭം. പക്ഷെ അതിപ്പോൾ ബാക്കിയുള്ള സപ്ലയറെ പൈസ കൊണ്ട് റൊട്ടേഷൻ ചെയ്തിട്ട് ഒരു കളിക്കുന്ന കളി ഒന്ന്. രണ്ടാമത്തത് ഞാൻ പറഞ്ഞതാണ്, ഈ മായം ചേർക്കുന്നോ കെമിക്കൽ ചേർക്കുന്നോ അവർ നോക്കണ്ട, അവർക്ക് കച്ചവടം ചെയ്താൽ മതി. എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് ഇല്ലാതെ കുറച്ച് നഷ്ടത്തിൽ പോയതിൽ എനിക്കതിൽ ബസാർ എന്ന് പറയുന്നില്ല, ഒരു തെറ്റില്ല, ഞാൻ പറയുന്ന വിഷയമാണ്. അതിന് മെയിൻ കാരണം ഇതാണ്, ആ മായം ചേർത്ത് പൊടി ചേർത്ത് കളിക്കുന്ന കളിക്ക് ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്കതിൽ വീഴ്ച പറ്റി. എന്നാലും നമുക്കതിനെ പിടിച്ചു നിർത്തി നമ്മൾ മെമ്പേഴ്സിന് വേണ്ടി, അറ്റ്ലീസ്റ്റ് പബ്ലിക്കിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് വേണ്ടിയും കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഞാനെപ്പോഴും നമുക്ക് വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് തലയിൽ വെച്ചിട്ട് ഒന്നും നിലത്ത് കാണാൻ നടക്കുന്ന പരിപാടിയില്ല. നമുക്ക് തോറ്റെന്ന് പറഞ്ഞ് ദുഃഖിച്ചിട്ട് വീട്ടിലിരിക്കുന്ന പരിപാടിയില്ല. നമ്മൾ വീണ്ടും കഴിക്കും, നമ്മളെ കാര്യങ്ങളായിട്ട് പോകുന്നു, മുന്നോട്ട് പോകുന്നു. എപ്പോഴും പറഞ്ഞ തമിഴിൽ ഒരു ചൊല്ലുണ്ട്, എങ്ക തൊലച്ചിയോ അങ്കത്തേടെന്നും പറയും. എവിടെ വീഴുന്നിടത്ത് നമ്മൾ എഴിക്കണം, അല്ലെങ്കിൽ നമ്മളത് അങ്ങനെ തന്നെ പോയി പോകും. അതുകൊണ്ട് അത് രണ്ടും തന്നെ ബാധിക്കുന്ന വിഷയമല്ല, രണ്ടും ഒരേപോലെ എടുക്കുന്നു. അതാണ് ഏറ്റവും വലിയ നമ്മളെ ഈ വിജയത്തിനുള്ള കാരണം. ഒരു 10 ആൾക്ക് നമ്മൾ ഇഷ്ടപ്പെടും, ഈ 10 ആൾക്കാരെ ആപ്പോസിറ്റിലുള്ള അവരെ ശത്രുക്കൾ നമ്മളീ ശത്രുക്കളെ മാറും. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ എന്ത് നന്മ ചെയ്താലും കുറ്റം പറയാനും നമ്മളെ കുറിച്ചിട്ട് താറടിക്കാനും കുറച്ചൊരു കൂട്ടങ്ങളുണ്ടാവും. കാരണം അത് എല്ലാ ബിസിനസ്മാനും ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കാനോ അല്ലെങ്കിൽ ഇതാണ് ഞാനെന്ന് അവർക്ക് നമ്മൾ പോയിട്ട് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ വഴി നമ്മൾ പോവുക. നമ്മൾ ചെയ്യുമ്പോൾ വിജയിക്കുമ്പോൾ അവർ മനസ്സിലാക്കും ഇതെന്താന്നുള്ളത്. ആ ഒരു പോളിസിയാണ് ഈ 20 വർഷമായിട്ട് ഞാനത് കീപ്പ് ചെയ്യുന്നത്. വളരെ വലിയ വേർഡ്സാണ് ഇപ്പോൾ സാർ, ശരിക്കും ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഇത്രയും വലിയ വേർഡ്സാണ് പറഞ്ഞത്. സാറിന് ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികൾ ആരായിരിക്കും? കാരണം നമ്മൾ ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് സാർ ഇൻഫ്ലുവൻസ് ആണ്. സ്വാഭാവികമായിട്ടും സാറിനെ പോലെ ഒരു ലീഡറിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? അല്ലേ, ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പോർട്സിൻ്റെ വിഷയം എന്നെ ബാധിച്ച ഒരു വിഷയമായിരുന്നു. അതുപോലെ നമ്മളിപ്പോൾ പുറത്ത് ഒരുപാട് ആൾക്കാരെ പറയാം, അവർ ബിൽ ഗേറ്റ്സ്, അതെങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. നമ്മളെ ഉള്ളിൽ ഇത്രയും ഈ കേരളത്തിൽ മല്ലടിച്ച് കയറി വന്ന് മലയാളി ബിസിനസ്മാൻ പറയുമ്പോൾ അവരൊക്കെ എനിക്ക് ഏറ്റവും വലിയൊരു ഇഷ്ടം. ഇപ്പോൾ സ്വയംഭൂ എന്ന് പറയും, നമ്മളൊക്കെ ഇപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ എങ്ങനെ ഗോപാലേട്ടൻ ആയിക്കോട്ടെ, നമ്മുടെ യൂസഫ് അലിക്ക് ആയിക്കോട്ടെ, ഇവരൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ ആൾക്കാർ, നമ്മൾ കാണുന്ന പുറത്ത് ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊക്കെ എനിക്ക് ഒരു റോൾ മോഡലായിട്ട് എനിക്ക് ഉള്ളിൽ തോന്നും. കാരണം ഇത്രയും നെഗറ്റീവ് ഉള്ള സ്ഥലത്ത് അവരിത് കയറി മല്ലടിച്ച് വരുമ്പോൾ നമ്മളൊരിക്കലും എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം ഞാൻ പറഞ്ഞത്, ഒരു സിനിമാ നടൻ സെലിബ്രിറ്റി കാണുമ്പോൾ ആൾക്കാർ ഓടിപ്പോയിട്ട് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കുന്നു, ഇതൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞ ഹീറോക്കളാരാന്ന് പറഞ്ഞാൽ ബിസിനസ്മാനാണ്. ഈ ബിസിനസ്മാൻ ഇവരാർക്കും ഒരു വിലയില്ല, ഇവരാരും ശ്രദ്ധിക്കില്ല. ഇത്രയും ആൾക്കാർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് തൊഴിൽ കൊടുത്ത റിയൽ ഹീറോ എന്ന് പറഞ്ഞാൽ ബിസിനസ്മാനാണ്. പക്ഷേ നമ്മളൊന്ന് ഈ സിനിമയിൽ കാരണം ഹീറോയാണ് റിയൽ ഹീറോ എന്ന് ഇന്നും നമ്മളെ ആ മായക്കാണ് ജനങ്ങൾ ഇന്നും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ റിയൽ, എനിക്കതിൽ താല്പര്യമില്ല. ഞാനൊരു നടനെ കണ്ടാലും നമ്മൾ ഒരു മര്യാദ കാര്യങ്ങളല്ലാതെ എനിക്കങ്ങനെ പോയിട്ട് ഇന്ന് ഫോട്ടോ എടുക്കണം അടിക്കുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ആ ഒരു വിഷയം ഞാൻ മാറ്റി. എനിക്ക് സക്സസ് ആയിട്ട് എല്ലാ ബിസിനസ് എൻ്റെ കുടുംബം ഫോട്ടോ എടുക്കാൻ മാത്രമല്ല, ഞാൻ US പോയപ്പോൾ നെട്ടിപ്പോയി. US ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ കുറേ കഴിഞ്ഞൊരു സ്പെഷ്യൽ ഡിഷ് കൊണ്ടുവരുന്നു. ഞാൻ കഴിക്കാൻ പോയപ്പോൾ എൻ്റെ ചെഫ് വന്നു, എങ്ങനെ വന്നത്? അപ്പോൾ സാറിന് എനിക്കറിയാൻ പറ്റും. ഞാൻ നെട്ടിപ്പോയി. US ടെക്സാസിൽ വന്നിട്ട് ഒരാൾ അറിയുമ്പോൾ ഞാൻ ആരാന്ന് വെച്ചാൽ BLM, എൻ്റെ വൈഫ് സാറിൻ്റെ BLM മെമ്പറാണെന്ന്. ഒരു ഫോട്ടോ കിട്ടുമെന്ന് ചോദിച്ചു. ആ സെക്കൻഡ് ഞാൻ ആലോചിച്ചു, നമ്മൾ വേറെ ഒന്നുമല്ല, വിജയിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അന്ന് നടന്ന ഒരു സക്സസ് ആണ്. സാറിന് തോൽക്കാൻ ഒട്ടും പേടിയില്ല,
അല്ലെ? അതെ. തോൽവി അത് നമ്മളെ തളർത്തില്ല ഒരിക്കലും എന്നുള്ളത് ഓർപ്പിച്ചൊരു വ്യക്തിയാണ്. ദൈവവിശ്വാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ആ ഒരു രീതിയിലല്ല, പക്ഷെ ദൈവവിശ്വാസം എന്ന് പറയുമ്പം അത് നമ്മൾക്ക് തരുന്ന ഒരു ധൈര്യം, സാറിനെ സംബന്ധിച്ച് എസ്പെഷ്യലി സാർ അത് എടുത്ത് എപ്പോഴും എന്താ പറയുക നെഞ്ചിൽ തന്നെ വെക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അത്തരത്തിൽ നമ്മളുടെ ലൈഫിനെ മാറ്റിമറിച്ച് നമ്മൾ പറയുമല്ലോ, അത് ദൈവം നേരിട്ട് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തതാണ്. തീർച്ചയായിട്ടും. എപ്പോഴും ദൈവം വരെ ഒരു മനുഷ്യനായിട്ടോ ഒരു പ്രവൃത്തിയായിട്ടോ ഒക്കെ ആയിരിക്കും. അതെ. അങ്ങനെ വന്നിട്ടുള്ള മൊമെന്റ്സ്. അല്ല, ഞാൻ ആക്ച്വലി ദൈവവിശ്വാസിയാണ്. കാരണം അത് മാത്രമല്ല, ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ ഒരു അന്ധവിശ്വാസത്തിൽ പോകുന്ന ആളല്ല ഞാൻ ഈ സിദ്ധന്മാരെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം 20 വർഷം ഞാനൊരു സിദ്ധഗുരുവിൻ്റെ കൂടെ ഞാൻ പ്രാക്ടീസും കാര്യങ്ങളായിട്ട് മൂപ്പരെ കൂടെ ഞാൻ കൂടിയതാണ്. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിർത്തി വെച്ചിട്ട് ഞാൻ 20 വർഷം മാറ്റിവെച്ചു. അങ്ങനെ കുറച്ച് വിദ്യകളൊക്കെ പഠിച്ചു പുള്ളി. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾ നമ്മളെ ഈ ശൂൽദേഹത്ത് കൂടി ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പ്രൂവ് ചെയ്ത ഒരു കാര്യം ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് ഒരു ഏറ്റവും വലിയൊരു ഇന്നത്തെ ഈ കലിയുഗത്ത് നമുക്ക് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് നമുക്ക് മാച്ച് ചെയ്ത് പോകാൻ പറ്റും. ഇന്നത്തെ യങ്സ്റ്റർ, ഞാനതുപോലെ നേരത്തെ ഈ വിശ്വാസക്കുറവൊക്കെ കുറേ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ദൈവവിശ്വാസം, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ദൈവവിശ്വാസികളാണ്. അതിലൊരു സംശയമില്ല. കുട്ടികൾക്ക് അത്രയും അറിവും കാര്യങ്ങളും അവർ ചിന്തിക്കുന്നു. നമ്മൾ ഇല്ലാതെ ഒരു ശക്തിയുണ്ട് ലോകത്ത്, അതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതിൽ ഏറ്റവും വലിയ അതിൽ നോ ഡൗട്ട്. പക്ഷേ ഈ കംപ്ലീറ്റ് ഈ നേച്ചറിൻ്റെ കൂടെ നമ്മൾ യാത്ര ചേർന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും വലിയ സക്സസ് ആവുന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയുന്നത്. ഒരുപാട് വിഷയങ്ങൾ ഞാൻ രാവിലെ 4 മണിക്ക് കഴിക്കും. ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുത്തിട്ട് കഴിച്ച് പോയിട്ട് പ്രപഞ്ച പൂജ മുകളിൽ ചെയ്തിട്ട് വീണ്ടും ഇനി കുറച്ച് ചെറിയ വ്യായാമത്തിട്ട് വീട്ടിൽ വന്ന് കിടക്കും. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചും കഴിക്കും. ഒരു 8:30 കംപ്ലീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ താഴെ പോയിട്ട് ഞാൻ ശ്രീധീര ബാബയുടെ ഭക്തനാണ്, പോയി തൊഴും. എന്നിട്ട് കുറച്ച് നമ്മളെ ശിഷ്യന്മാരൊക്കെ ഉണ്ട് എനിക്ക്. ഞാൻ ഈ സിദ്ധന്മാർ ഇതിലുണ്ട്, കുറച്ച് ആത്മീയമായിട്ട് കുറച്ച് ശിഷ്യന്മാരുണ്ട്. അതിൽ IAS IPS ഓഫീസേഴ്സും ഉണ്ട് ഒരുപാട് തമിഴ്നാട്ടിലെ ആൾക്കാരൊക്കെ. ഏകദേശം ഇപ്പോൾ എനിക്ക് 68 ശിഷ്യന്മാരുണ്ട്. അവർ ഈ ബിസിനസ്സായിട്ട് ബന്ധമില്ല, ഒരു ജസ്റ്റ് ഒരു കാര്യങ്ങൾ ഡൗട്ടോ കാര്യം ചോദിക്കും പറയും, അങ്ങനത്തെ ഒരു രീതിയാണ്. ആ വിശ്വാസം എന്നിലുണ്ട്. അവിടെയും ഒരു കൂട്ടായ്മയാണ്. അതെ, അവർക്ക് ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്യുന്ന ഒരു വിഷയം. ഫാമിലിയെ കുറിച്ചിട്ട്, കാരണം ഒരു ലീഡർ എപ്പോഴും പറയാ മനസ്സമാധാനത്തിൽ കിടന്നുറങ്ങണം എന്നുള്ളതാണ്. ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, ഏതൊരു പ്രവൃത്തി ആയിക്കോട്ടെ, ഉറങ്ങണം മനസ്സമാധാനത്തിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ആണ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫാമിലി. തീർച്ചയായിട്ടും. അവരെ കുറിച്ചിട്ട് എനിക്ക് എൻ്റെ വൈഫ് പ്രഭ പ്രേംകുമാർ, അവർ ചെന്നൈയിലാണ്. ഒരു മോളുണ്ട്, മനുഷ പ്രേംകുമാർ, അഡ്വക്കേറ്റാണ്, ചെന്നൈ ഹൈക്കോർട്ട്. മോൻ മധുകേഷ്, സിനിമാ നടനാണ്. ചെറിയ ഫാമിലി, ഫിലിമിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഇപ്പോൾ 3ാമത്തെ പിക്ചർ തമിഴാണ്. എൻ്റെ ബിസിനസ്സായിട്ട് യാതൊരു ബന്ധമില്ല, ആർക്കും ഒരു ബന്ധമില്ല, അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. അവർ ലോകം വേറെയാണ്. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ അച്ഛനെ കിട്ടിയ സന്തോഷം. അവിടെ വരുന്ന ദിവസം സൺഡേ ഫാമിലി ഡേ എന്നുള്ള ഒരു ദിവസം ഒതുക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പാവങ്ങളാണ്, അവർക്ക് ഒരു കറക്റ്റ് സമയം കിട്ടില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും എനിക്ക് പൂർണ്ണ സപ്പോർട്ടും കാര്യങ്ങളും എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല കാര്യങ്ങൾ. പക്ഷേ ഞാനും ഫാമിലിക്ക് വേണ്ടി ഒരു അന്നത്തെ വിഷയം എപ്പോഴും ഞാൻ ഉണ്ടോ ആ സമയത്തൊക്കെ അവരുടെ കൂടെ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും കാര്യങ്ങൾ. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ദൈവം എല്ലാം നല്ലത് തന്ന പോലെ അതും അങ്ങനെ ഒരു നല്ല ഫാമിലി, ഒരു നല്ല. അതേപോലെ എൻ്റെ അമ്മ, അവരും അങ്ങനെ ഒരു പവർഫുൾ ലേഡിയാണ്, ശാന്ത അമ്മ എന്ന് പറഞ്ഞിട്ട്. അത് ഉറപ്പാണ്. കാരണം ഒരു ലീഡറിനെ ഇത്രയധികം വാർത്തെടുക്കണമെങ്കിൽ ഈ സമയത്ത് പറയാതിരിക്കാൻ പറ്റില്ല. നവോദയ വുമൺ ടെസ്റ്റിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഒരു ശക്തമായിട്ടുള്ളൊരു അയൺ ലേഡിയാണ്. അതുകൊണ്ട് അങ്ങനെ എനിക്കൊരു ഫാമിലി ആയിക്കോട്ടെ, ബ്രദേഴ്സ് എല്ലാവരും എനിക്കൊരു ശക്തമായിട്ടാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ സപ്പോർട്ട് എൻ്റെ ഫാമിലിയാണ്. ഇന്ന് ഈ നിലയ്ക്ക് കാരണം ഒരു ഡിസ്റ്റർബ് നമ്മൾ കുടുംബത്തിലുണ്ടെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർ ആ ഒരു സപ്പോർട്ട് 100% തരുന്നതുകൊണ്ടാണ് എൻ്റെ ഇപ്പുറത്തെ വെളിയിലുള്ള ബിസിനസ്മാൻ്റെ കാഴ്ചയിൽ സക്സസ്മാൻ നിൽക്കാൻ പറ്റുന്നത് അവരുടെ സപ്പോർട്ടാണ്. അത് ഇവിടെ ഇപ്പം ഇത്രയും നമ്മൾ എല്ലാ സക്സസ് സ്റ്റോറി ഇൻ്റർവ്യൂസിലും നമ്മൾ എപ്പോഴും ഓണ്ടർപ്രണേഴ്സിനാണ് പറയാറ്. ഇതിൽ ഓണ്ടർപ്രണേഴ്സിൻ്റെ ഫാമിലിയോട് കൂടെയാണ് പറയുന്നത്. കാരണം ഒരു നല്ല ഓണ്ടർപ്രണർ ഉണ്ടാവണമെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഉറപ്പാണ്, വളരെയധികം നിർബന്ധമാണ്. അവർക്ക് എന്താ പറഞ്ഞാൽ നമ്മളെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയണം. കാരണം നമുക്ക് ദൈവം അറിഞ്ഞു തരുന്ന ഒരു കാര്യങ്ങളാണ് അത്. എല്ലാവർക്കും കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റില്ല ഹാപ്പി ആയിട്ട്. ഒരുപാട് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഞാൻ കാണുന്നു നമ്മളെ കുടുംബ കോടതിയിൽ ക്യൂ അങ്ങ് അറ്റം വരെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇന്നത്തെ ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ എനിക്ക് ഹാപ്പിയാണ്.
നല്ല ഒരു സപ്പോർട്ടും കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡിങ് ആണ്. യെസ്, വളരെ വളരെ നല്ല ഒരു കാരണം അല്ല അവരെ 3 പേരും മനസ്സിലാക്കുന്നുണ്ടാവും. കാരണം ഉറപ്പാണ്. 10 ലക്ഷം ഫാമിലി അവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഈ ഒരു വ്യക്തി കാരണമാണ് എന്നുള്ളത്. ഞാൻ ലാസ്റ്റ് ഫാമിലി ഡേ മഞ്ചേരി ബ്രാഞ്ചിൽ വെച്ചാൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ ബ്രാഞ്ച് ഞാൻ പറഞ്ഞു അത് ചെറിയ കുടുംബമാണ്, ഇത് വലിയ കുടുംബമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, വലിയ കുടുംബം ചെറിയ കുടുംബം അവരെന്നെ പറഞ്ഞു എല്ലാവരും ഹാപ്പി ആയിട്ട്. അതാണ് ആ ഒരു യോജിപ്പാണ് നമ്മൾ വിജയം. തീർച്ചയായിട്ടും. എനിവേസ് താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. Thank you. കാരണം Thank you. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്.